കേരളത്തിൽ നിന്ന് ഓരോ തവണ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴും അമരവിളയിൽ കാർ നിർത്തി ഭക്ഷണം കഴിക്കുന്നത് മലയാളികളുടെ ഒരു ശീലമായി മാറിയിരിക്കുന്നു. നല്ല കപ്പ ബിരിയാണിയും സീ ഫുഡും ലഭിക്കുവാൻ പറ്റിയ സ്ഥലമാണ് അമരവിള. ചൂടുള്ള ഫ്രഷായ ഭക്ഷണം മാത്രമാണ് അമരവിളയിൽ കൊടുക്കുന്നത്. ഒരിക്കലും അവർ ചൂടാക്കി നൽകാറില്ല. അമരവിളയിൽ സ്വന്തമായി മസാലപ്പൊടികൾ പൊടിച്ചെടുക്കുന്നത് കൊണ്ട് നാടൻ ടേസ്റ്റ് ഇവിടെ ലഭിക്കുന്നുമുണ്ട്. പുഴയോരം കപ്പ ബിരിയാണി സെൻറ്ററിൽ രാവിലെ 5:30 മണി മുതലേ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുന്നു. അർദ്ധരാത്രി 2 മണിക്ക് മാത്രമേ ഇവർ അടക്കാറുള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് സ്വന്തം കാറിൽ യാത്ര ചെയ്യുമ്പോൾ നെയ്യാറ്റിൻകരയിൽ ഭക്ഷണം കഴിക്കുവാൻ തോന്നുകയില്ല. വലിയ നഗരമായതുകൊണ്ട് വാഹനം പാർക്ക് ചെയ്യുവാനുള്ള അസൗകര്യം ആലോചിച്ച് മുന്നോട്ട് നീങ്ങുകയും 3 കിലോമീറ്റർ കഴിഞ്ഞ് അമരവിളയിലെത്തുമ്പോൾ വിശാലമായ പാർക്കിംഗ് സൗകര്യവും മനോഹരമായ കൊച്ചു കടകളും കാണുമ്പോൾ എല്ലാ മലയാളികളും ഇവിടെ നിർത്തുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അമരവിള പട്ടണം മലയാളികളുടെ പ്രിയപ്പെട്ട പിറ്റ് സ്റ്റോപ്പായി മാറിയത്. ഇവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് വീണ്ടും 63 കിലോമീറ്റർ യാത്ര ചെയ്യണം. അമരവിളയിലെ തിരുവോണം ടീ ഷോപ്പ് പരമ്പരാഗതമായ രീതിയിൽ പുല്ലുമേഞ്ഞ ഒരു കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ചുമരുകൾ ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കി മണ്ണ് തേച്ച് മെഴുകിയെടുത്തതാണ്. പണ്ടത്തെ കാലത്തിൻ്റെ നോസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു റെസ്റ്റോറൻ്റാണ് തിരുവോണം ടീ ഷോപ്പ്. ഇവിടെ പരിപ്പുവടയും പഴംപൊരിയും ഉഴുന്നുവടയും രുചികരമായി ഉണ്ടാക്കി കൊടുക്കുന്നു. അതുപോലെ ദോശയും രസവടയും ചമ്മന്തിയും മികച്ച ചായയും അവർ കൊടുക്കുന്നുണ്ട്. അറിയപ്പെടുന്ന യൂട്യൂബ് ചാനലായ ഫുഡ് ആൻഡ് ട്രാവൽ ക്രിയേറ്റർ എബിൻ ജോസ് ഇവിടെ വരികയും ഭക്ഷണം കഴിക്കുകയും ചെയ്തത് ഈ ചായക്കടക്ക് വമ്പിച്ച പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള എബിൻ ജോസ് അറിയപ്പെടുന്ന ഒരു ഫുഡ് ബ്ലോഗറാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് അമരവിള. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ സെയിൽസ് ടാക്സ് ചെക്ക് പോസ്റ്റ് അമരവിളയിൽ സ്ഥാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് അമരവിള ലോറി ഡ്രൈവർമാരുടെ ഒരു വിശ്രമ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ധാരാളം കള്ളക്കടത്തും അമരവിളയിൽ സ്ഥിരമായി നടക്കുന്നുണ്ട്. പാൻ മസാലയും കോഴിയും മയക്കുമരുന്നുകളും ഇതുവഴി കള്ളക്കടത്ത് നടത്താറുണ്ട്. അതുകൊണ്ട് പത്രമാധ്യമങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെക്ക് പോസ്റ്റാണ് അമരവിള ചെക്ക് പോസ്റ്റ്. ഈ ചെക്ക് പോസ്റ്റിൽ അഴിമതി നടക്കുന്നതായ ആരോപണം പലപ്പോഴും ഉയർന്നു വരികയും കൈക്കൂലിയായി കോഴി പോലും നൽകുന്ന ശീലങ്ങൾ ഉള്ളതായും മനോരമ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് അമരവിള. പണ്ടുകാലത്ത് ഇവിടെ ബ്രിട്ടീഷുകാരുടെ എക്സൈസ് ഓഫീസ് സ്ഥാപിച്ചിരുന്നു. ഇപ്പോഴും ആ കെട്ടിടം പ്രവർത്തിക്കുന്നുണ്ട്. എക്സൈസ് ഓഫീസിൻ്റെ കോമ്പൗണ്ട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു ഭൂഗർഭ അറ കണ്ടെടുക്കുകയുണ്ടായി. അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ പണം സൂക്ഷിച്ചിരുന്ന ചെസ്റ്റായിരുന്നു ഈ അറയിൽ ഉണ്ടായിരുന്നതെന്ന് ചരിത്രകാരനായ MG ശശിഭൂഷൺ ഏഷ്യാനെറ്റിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ ഭൂഗർഭ അറയെക്കുറിച്ച് ഏഷ്യാനെറ്റിൻ്റെ തിരുവനന്തപുരം വിഭാഗം ഒരു പ്രോഗ്രാമും ഉണ്ടാക്കിയിട്ടുണ്ട്. അമരവിളയുടെ ചരിത്രവും പാരമ്പര്യവും എടുത്തു കാണിക്കുന്ന ഒരു റിസർച്ച് മ്യൂസിയം ഇവിടെയുള്ള അധ്യാപകർ ഉണ്ടാക്കിയിട്ടുണ്ട്. ചരിത്രമാലിക കേരള എന്നാണ് ഈ റിസർച്ച് മ്യൂസിയത്തിന് പേരിട്ടിരിക്കുന്നത്. അമരവിളയുടെ അഭിമാനവും ശ്രദ്ധാകേന്ദ്രവും ഇവിടെയുള്ള പ്രൊട്ടസ്റ്റന്റ് ചർച്ചാണ്. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ അഥവാ CSI ചർച്ച് എന്നറിയപ്പെടുന്നു. ക്രിസ്മസ് കാലങ്ങളിൽ ഈ പള്ളി ഭംഗിയായി അലങ്കരിക്കാറുണ്ട്. ധാരാളം കൾച്ചറൽ പ്രോഗ്രാംസും ആ അവസരങ്ങളിൽ ഇവിടെ നടക്കാറുണ്ട്. ശശി തരൂരിനെ പോലെയുള്ള അറിയപ്പെടുന്ന വ്യക്തികൾ ഈ പള്ളി സന്ദർശിച്ചിട്ടുണ്ട്. അമരവിളയിലെ ചെറുപ്പക്കാർ സംഗീതത്തിലും നൃത്തത്തിലും വലിയ മിടുക്കുള്ളവരാണ്. റിവർ സൈഡ് സെറ്റിംഗ്സിൽ മികച്ച കോസ്റ്റ്യൂംസ് ധരിച്ച അമരവിളയിലെ ഗായകന്മാരും ഗായികമാരും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. ആരാധന എൻ്റെ യേശുവേ എന്ന ഗാനം ഈ കോറസ് അവതരിപ്പിച്ചപ്പോൾ ശ്രദ്ധേയമായ ഒരു പെർഫോമൻസ് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റി. അതുപോലെ അമരവിളയിലെ ജുമാ മസ്ജിദ് അറിയപ്പെടുന്ന ഒരു മുസ്ലിം പ്രാർത്ഥനാലയമാണ്. അമരവിള ടൗൺ മസ്ജിദ് വേറെ തന്നെയുണ്ട്. അമരവിളയിലെ മഹാദേവ ക്ഷേത്രം രാമേശ്വരം ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നു. നെയ്യാർ നദിയുടെ കരയിലാണ് പൗരാണികമായ ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. രാമേശ്വരത്തെ അമ്പലം ഉണ്ടാക്കിയ അതേ കാലത്താണ് ഇവിടെയും പ്രതിഷ്ഠ നടന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ രാമേശ്വരത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് രാമേശ്വരത്തിന് തുല്യമായ പ്രാധാന്യം ഹിന്ദുക്കൾ ഈ ക്ഷേത്രത്തിന് നൽകാറുണ്ട്. ഇവിടെ ശിവന് പുറമെ പാർവതീദേവിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വിജയദശമി നാളിൽ ഇവിടെ എഴുത്തിനിരുത്താൻ ധാരാളം കുട്ടികളെ രക്ഷിതാക്കൾ കൊണ്ടുവരാറുണ്ട്. അമരവിള പാലത്തിന് സമീപം സീ ഫുഡ് ലഭിക്കുന്ന ധാരാളം കടകളുണ്ട്. നാഷണൽ ഹൈവേയിലെ വാഹനങ്ങൾ ഇവിടെ നിർത്തുകയും പിടക്കുന്ന മത്സ്യങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുന്നു. മത്സ്യം പൊരിച്ചു കൊടുക്കുന്ന കടകളും ഇവിടെയുണ്ട്.
കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള യാത്രക്കാർ ധാരാളമായി ഉള്ളതുകൊണ്ട് നല്ല ബിസിനസ്സാണ് അമരവിള പാലത്തിന് സമീപം നടക്കുന്നത്. മാത്രമല്ല ചിലപ്പോൾ പാലത്തിൽ നിന്ന് ഡോൾഫിനുകളെ കാണുവാനുള്ള സാധ്യതയുമുണ്ട്. ഒരു ടൂറിസ്റ്റ് സങ്കേതമായി അമരവിള പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അമരവിളയിലെ തിരുനാരായണപുരം മുത്തമ്മൻ ക്ഷേത്രവും അറിയപ്പെടുന്ന ഒരു അമ്പലമാണ്. കൊടായി ഫെസ്റ്റിവൽ ഇവിടെ നടത്താറുണ്ട്. ചെണ്ടമേളവും വർണ്ണശബളമായ കൺഫെറ്റിയും ഉൾപ്പെടുന്ന ആഘോഷങ്ങൾ കൊടായി ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അമരവിള തിരുനാരായണപുരം മുത്തമ്മൻ ക്ഷേത്രത്തിൽ നടക്കാറുണ്ട്. പ്രശസ്തമായ അനേകം സ്കൂളുകൾ അമരവിളയിൽ സ്ഥാപിച്ചിരിക്കുന്നു. LMS ഹയർ സെക്കൻഡറി സ്കൂൾ അമരവിള പള്ളിയുടെ അടുത്താണ്. അതുപോലെ തുഞ്ചൻ സ്മാരക പബ്ലിക് സ്കൂളും ഇവിടെയുണ്ട്. കാരുണ്യ റെസിഡൻഷ്യൽ സ്പെഷ്യൽ സ്കൂൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ PGM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുല്ലമലയിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഫാത്തിമ പബ്ലിക് സ്കൂളും ഇവിടെയുണ്ട്. വിക്ടറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 6 കിലോമീറ്റർ ദൂരെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അമരവിളയിൽ നെയ്യാർ നദിയിൽ ഒരു ബണ്ട് കെട്ടിയിട്ടുണ്ട്. ഈ പ്രദേശത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ബണ്ടാണിതെങ്കിലും 6 വർഷം മുമ്പ് ഇത് പൊട്ടിപ്പോവുകയുണ്ടായി. ആ സമയത്ത് നെയ്യാറ്റിൻകര നഗരത്തിൽ പോലും വെള്ളപ്പൊക്കമുണ്ടായി. മണൽ കള്ളക്കടത്ത് ധാരാളമായി നടക്കുന്ന ഒരു പ്രദേശമാണ് അമരവിള. അതുകൊണ്ടാണ് ഈ ബണ്ട് പൊട്ടിപ്പോകാൻ കാരണമായത്. അതിനു പുറമെ ചെങ്ങൽച്ചൂളുകൾക്ക് വേണ്ടി മണ്ണെടുക്കുന്നതും ഇവിടെ പതിവായിട്ടുണ്ട്. നാട്ടുകാർക്ക് ഇക്കാര്യത്തിൽ വമ്പിച്ച പ്രതിഷേധമുണ്ടെങ്കിലും മണൽ മാഫിയയോട് പോരാടാൻ അവർക്ക് സാധിക്കുന്നില്ല. തിരുവനന്തപുരം ജില്ലയുടെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ഒരു പട്ടണമായതുകൊണ്ട് കേരള പോലീസിന് ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുവാൻ എപ്പോഴും സാധിക്കാറുമില്ല. മനോരമ ന്യൂസിൻ്റെ റിപ്പോർട്ടർ ശ്രീദേവി പിള്ള അമരവിളയിൽ വരികയും ഇവിടുത്തെ മണൽ മാഫിയയുടെ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും കേരള ഗവൺമെൻറ്റിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇക്കാര്യത്തിൽ കാര്യമായ നടപടികളൊന്നും എടുത്തിട്ടില്ല. അമരവിളയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മണൽ മാഫിയയോട് പോരാടുവാൻ കഴിയുകയില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസ്സുകാർക്കോ മണൽ മാഫിയയെ ചെറുത്തു തോൽപ്പിക്കുവാനുള്ള ശക്തിയില്ല. കാരണം വളരെയധികം കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി നടക്കുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ട് മണലിന് ഉയർന്ന ഡിമാൻഡുണ്ട്. അതുകൊണ്ട് മണൽ ഊറ്റുകയും കള്ളക്കടത്ത് നടത്തുകയും ചെയ്യുന്ന ബിസിനസ്സുകാർ കോടീശ്വരന്മാരും UDF-നെയും LDF-നെയും വിറപ്പിക്കാൻ മാത്രം ശക്തിയുള്ളവരുമാണ്. കേരളത്തിൽ ആദ്യമായും അവസാനമായും മണൽ മാഫിയക്കെതിരെ പോരാടിയത് കണ്ണൂരിലെ പഴയങ്ങാടി സ്വദേശിനിയായ ജസീറ എന്ന പെൺകുട്ടിയാണ്. പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് മുമ്പിൽ ജസീറ നടത്തിയ കുത്തിയിരിപ്പ് സത്യാഗ്രഹം ജനപിന്തുണ ലഭിക്കാത്തതുകൊണ്ട് വമ്പിച്ച പരാജയമായി മാറി. പിന്നീട് അവൾ കണ്ണൂർ കളക്ടറേറ്റിന് മുമ്പിൽ കുത്തിയിരുന്നുവെങ്കിലും അനേക ദിവസങ്ങൾ വേസ്റ്റായി എന്നല്ലാതെ അതുകൊണ്ടൊരു പ്രയോജനവും ഉണ്ടായില്ല. മണൽ മാഫിയയുടെ സ്വാധീനം മൂലം കണ്ണൂരിലെ ഉദ്യോഗസ്ഥന്മാർ ജസീറയുടെ സമരത്തെ അവഗണിക്കുവാൻ നിർബന്ധിതരായി. എന്നാൽ വമ്പിച്ച മനക്കരുത്തുള്ള ഈ പെൺകുട്ടി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുത്തിയിരിക്കുകയും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ UDF-നും LDF-നും ഒരുപോലെ പ്രിയങ്കരായിരുന്ന മണൽ കള്ളക്കടത്തുകാരെ നേരിട്ട് തോൽപ്പിക്കുവാൻ ഒരു മുഖ്യമന്ത്രിക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് ജസീറ അനേക ദിവസങ്ങൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുത്തിയിരുന്നത് വെറുമൊരു ഉപയോഗശൂന്യമായ സാഹസിക പ്രവർത്തനമായി പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. എന്നാൽ ധീരയായ പെൺകുട്ടി 2000 കിലോമീറ്റർ ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുകയും കേരള ഹൗസിന് മുമ്പിൽ കുത്തിയിരുന്ന് കേരളത്തിലെ മണൽ മാഫിയ പഴയങ്ങാടിയിൽ നടത്തുന്ന ക്രൂരതകളെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ നിന്ന് BBC-യുടെ ലേഖകൻ ഇന്ത്യയിൽ വരികയും ജസീറയുടെ ഏകാന്ത പോരാട്ടം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എങ്കിലും ജസീറയ്ക്ക് ഡൽഹിയിൽ കാര്യമായ പിന്തുണയൊന്നും ലഭിച്ചില്ല. കേന്ദ്രമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഒരു കത്തയക്കുക മാത്രമാണ് ജസീറയ്ക്ക് കിട്ടിയ ആകെയുള്ള റെസ്പോൺസ്. എന്ന് മാത്രമല്ല, ഗർഭിണിയായിരിക്കുമ്പോൾ പോലും പഴയങ്ങാടിയിൽ വെച്ച് മർദ്ദിക്കപ്പെട്ട ജസീറയ്ക്ക് ഡൽഹിയിലും അവരുടെ ഉപദ്രവം നേരിടേണ്ടി വന്നു. കുട്ടികളെ സ്കൂളിലേക്കാതെ കേരള ഹൗസിന് മുമ്പിൽ കുത്തിയിരിക്കുന്നത് ബാലാവകാശ നിയമ ലംഘനമാണെന്ന് ആരോപിച്ചുകൊണ്ട് പരാതികൾ ഉയരുകയുണ്ടായി. ഈ ആരോപണത്തിന് ജസീറ കൊടുത്ത മറുപടി 3 ദിവസത്തെ ക്ലാസുകൾ നഷ്ടപ്പെട്ടാൽ അത് 2 ദിവസം കുത്തിയിരുന്ന് വായിച്ചാൽ മേക്കപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ കടൽക്കരയിൽ നിന്ന് ഒരു ചാക്ക് മണൽ നഷ്ടപ്പെട്ടാൽ അത് സിമന്റുമായി കൂട്ടിക്കലർത്തപ്പെടുകയും ഒരിക്കലും മണലായി തിരിച്ചു വരികയും ചെയ്യുകയില്ല എന്നാണ്. അമരവിളയിലെ കടൽത്തീരവും പുഴയോരങ്ങളും സ്ഥിരമായി കൊള്ളയടിക്കപ്പെടുന്നത് പഴയങ്ങാടിയിലെ ജസീറയെ പോലെ ധൈര്യമുള്ള ഒരു പെൺകുട്ടി അമരവിളയിൽ ഇല്ലാത്തതുകൊണ്ടാണ്.